വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഓരോരോ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ വർക്കിംഗ് സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രീതിയിലാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് 5 സാധനങ്ങളാണ് കഴിക്കുന്നത്: വെള്ളം, ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, പിന്നെ കൊഴുപ്പ്, പിന്നെ മിനറൽസ്. ഇതാണ് മൊത്തത്തിൽ നമ്മളിതാണ്. അപ്പോൾ നമ്മൾ തൈറോക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. തൈറോക്സിൽ ഓരോരോ സെല്ലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് പോകുന്നത് പോലെ, അതിനകത്ത് കാറുകൾ പോകുന്നത് പോലെ നമ്മുടെ ബോഡിക്കകത്തും ബ്ലഡ് ഇങ്ങനെ ഓരോ സെല്ലിനകത്ത് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള പ്രത്യേക റിസപ്റ്റേഴ്സ് വെച്ചിട്ട് ഏത് സാധനമാണോ അത് ഉണ്ടാക്കുന്നത് ആ സാധനം, ഇപ്പോൾ തൈറോയ്ഡ് ആണെങ്കിൽ ഐഡിൻ കണ്ടൻറ്റുള്ള ചേർത്തിട്ട് തൈറോക്സിൻ ഉണ്ടാക്കി പ്രോട്ടീൻ പോലെ അത് ചുരുട്ടി ഉണ്ടാക്കി അത് വെളിയിൽ തള്ളി ബ്ലഡിൽ പിന്നെ പോകും. അത് എല്ലാ സെല്ലിലും പോയി കൊടുക്കും. അതേപോലെ ഓരോന്നിനും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതുപോലെ ബ്ലഡിൽ നമുക്ക് ഓവറി എടുക്കാം. ഓവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറിയും ടെസ്റ്റിക്കളും രണ്ടും ആണുങ്ങൾക്ക് അതുപോലെ പെണ്ണുങ്ങൾക്കും ഇതേപോലെ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാനും ഓവം ഉണ്ടാക്കാനും വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓവറിയുടെ കാര്യം എടുക്കാം. ഓവറി നമ്മുടെ വയറിൻ്റെ 2 സൈഡിലായിട്ട് ഇരിക്കുന്ന 2 ഉണ്ട പോലിരിക്കുന്ന 2 സാധനങ്ങൾ ഓവൽ ഷേപ്പിൻ്റെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് ബ്ലഡ് ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് ഇങ്ങനെ കൊഴുപ്പടിയുകയും ചെയ്യും കേട്ടോ. എല്ലാത്തിൻ്റെയും പുറത്ത് കുറേശ്ശെ കൊഴുപ്പടിയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിനകത്ത് ഈസ്ട്രോജൻ ആണ് കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ബ്ലഡിൽ നിന്ന് വലിച്ചെടുക്കും. ഇതിങ്ങോട്ട് ഈ ഓവറി വലിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് വെച്ചിട്ട് കൊഴുപ്പിൽ നിന്നാണ് ഈസ്ട്രോജൻ മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. കൊളസ്ട്രോളിൽ നിന്നാണ് അതിൽ നിന്നിങ്ങനെ കൺവെർട്ട് ചെയ്ത് ഈസ്ട്രോജൻ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഓവറിൽ നിന്ന് അതിൻ്റെ അടുത്തൊരു ഓവം ജീവൻ തന്നെ വേറൊരു അടുത്തൊരു കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓവം ഇങ്ങനെ അതിനകത്ത് പൊങ്ങി വന്ന് പൊട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലൂടെ പറയാം. അപ്പോൾ നമുക്ക് ഓരോരോ ബോഡിയിലെ ഓരോരോ സെല്ലുകൾ വെച്ചിരിക്കുന്നത് ഓരോ ഗ്ലാൻഡുകൾ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മളൊരു കുട്ടിയിലെ ഒരു സ്പേമും ഒരു ഓവം കൂടെ മീറ്റ് ചെയ്തിട്ട് 8-10 പേര് കുറച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം പിന്നെ അതിനകത്ത് അത് ഓരോരോ ഗ്ലാൻഡായിട്ടും മാറും. ലിവർ, ലങ്സ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, സർക്കുലേറ്ററി സിസ്റ്റം, സ്കിന്ന്, അങ്ങനെ ഓരോന്നായിട്ട് മാറും. അപ്പോൾ അങ്ങനെ മാറിയിട്ട് ഒന്നാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഓവത്തിൻ്റെ ഓവറിയുടെ പുറത്ത് ഓവറി ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് ഓവറിയിൽ നിന്ന് ഓവം ഉണ്ടാക്കാനുള്ള സംവിധാനം അതിൽ നിന്ന് ഉണ്ടാക്കും. അതുപോലെ ഈസ്ട്രോജനും ഉണ്ടാക്കും. ഈ ഈസ്ട്രോജൻ മോളിക്യൂൾ ഇതുപോലെ സെല്ലിനകത്ത് വെച്ച് അതിന് വേണ്ട പ്രോട്ടീൻ അത് പിടിച്ചെടുത്തിട്ട് ഈസ്ട്രോജൻ ഉണ്ടാക്കിയിട്ട് നേരെ ബ്ലഡിൽ തള്ളും. ഇത് നമ്മുടെ ദേഹത്ത് പോയിട്ട് പല ഫങ്ഷൻസ് ഉണ്ടാവും. ഈ ഈസ്ട്രോജൻ മോളിക്യൂൾ നേരെ പോയി തട്ടി നമ്മളെ മുടിയുടെ അടിയിൽ തട്ടിക്കഴിഞ്ഞാൽ മുടി നല്ലതുപോലെ വളരുകയുള്ളൂ. അതുപോലെ ഇതിൽ നിന്നുണ്ടാക്കി വെളിയിൽ വിടുന്ന ഈസ്ട്രോജൻ നേരെ ചെന്ന് നമ്മുടെ ബ്രസ്റ്റിൽ ചെന്നാൽ ബ്രസ്റ്റ് നല്ല കറക്റ്റായിട്ട് വളരുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് ഇവിടെ ഇളകി വീഴുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെളിയിടുന്ന ഈസ്ട്രോജൻ നേരെ പോയി യൂട്രസിൽ ചെന്നാൽ യൂട്രസിലും ഇതുപോലെ നേരെ ഫങ്ഷൻ ചെയ്യുള്ളൂ. ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് പിടിക്കുന്നതിന് മുമ്പ് അതിനകത്ത് പിടിപ്പിക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പം ഈസ്ട്രോജൻ പിന്നെ ഓവൽ ഉണ്ടാക്കി ഓവൻ പൊട്ടി വെളിയിൽ പോകും. അപ്പം നമുക്കിങ്ങനെ രസകരമായ കാര്യങ്ങളൊക്കെ ചിലത് ചിന്തിക്കാം. നമുക്ക് എന്തുകൊണ്ടാണ് പ്രഗ്നൻസി പീരീഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ പലർക്കും ഛർദിൽ വരുന്നതിൻ്റെ കാര്യമൊന്ന് നോക്കാം. ഛർദിലുണ്ടാക്കുന്ന കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ പോലെ ഈ ഓവറിൽ നിന്ന് പതുക്കെ അതായത് മെൻസസ് നിന്നിട്ട് ഒരു 8ൻ്റെ 9ൻ്റെ എന്നൊക്കെ ആകുമ്പോൾ ഓവം വലുതായി, മാക്സിമം വലുതായി ഇതിങ്ങനെ പൊട്ടിയിട്ട് അതിൽ നിന്ന് ഓവം ഇങ്ങനെ പുറത്തോട്ട് തെറിച്ചിട്ട് അത് നേരെ അടുത്ത് നമ്മുടെ സാൽപ്പിൻ യൂട്രസിലോട്ടുള്ള ട്യൂബിലോട്ട് കയറാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ഓവറി വജൈനയിൽ കൂടെ നമുക്ക് ആണുങ്ങളുടെ സെമൻ കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് സ്പേം വന്ന് ഇതിനകത്തോട്ട് മീറ്റ് ചെയ്യുമ്പോഴും രസമാണ്. ഇതിനകത്ത് ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആണുങ്ങളുടെ ലക്ഷക്കണക്ക് സ്പേമാണ് ഇങ്ങനെ വരുന്നത്. ലക്ഷക്കണക്ക് സ്പേമാണ് ഇങ്ങനെ ആണുങ്ങളുടെ സെമനിൽ നിന്ന് അഥവാ ശുക്ലത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല നോർമൽ സൈസുള്ളതും എല്ലാം നല്ല സ്പീഡിൽ അതിൽ നിന്ന് ഓടും. നല്ല രസമാണ്. അതിങ്ങനെ വാലിട്ടടിച്ച് തലയുണ്ട്, ബോഡിയുണ്ട്, അതിങ്ങനെ വാലിട്ടടിച്ച് ഭയങ്കര സ്പീഡിൽ ഓടി വരും. ഇവിടെ ഓടി ഇങ്ങനെ വന്നതിന് ശേഷം
അപ്പോൾ ആദ്യം അതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഒരു ഇതാണ്. അതായത് ഏറ്റവും നല്ലത് തന്നെ അടുത്ത തലമുറയിലോട്ട് മാറുക എന്നാണ്. ബാക്കിയെല്ലാം അപ്പോൾ പല അബ്നോർമൽ സ്പേമുകളും വരാറുണ്ട്. 2 തലയുള്ളത്, വാലില്ലാത്തത്, മൂവ് ചെയ്യാത്തത്, അങ്ങനെ പലതും. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന ടൈപ്പ്, നല്ല മൂവ് ചെയ്യുന്ന ഹെൽത്തി സ്പേം ഒരു 60-70% ഉണ്ടെങ്കിൽ ഇതിങ്ങ് എത്തുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒന്നാണ് ആദ്യം അങ്ങ് അടുത്ത് ചെല്ലും, 1-2 ചെല്ലും. പക്ഷേ അടുത്ത് ചെല്ലുന്നതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതിൻ്റെ ഈ ഓവത്തിൻ്റെ പുറത്തൊരു നെറ്റ് പോലൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോളിൽ കൂടി അങ്ങോട്ടങ്ങ് പിയേഴ്സ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ആ സമയം അകത്തൊരു വെള്ളം പോലൊരു സാധനം പൊട്ടി ഫുള്ളും കവർ ചെയ്യും. അപ്പോൾ എല്ലാം ക്ലോസ് ചെയ്യും. ബാക്കി സ്പേമിനെ ഒന്നും അകത്ത് കയറാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഒരൊറ്റ കുട്ടിയാവുന്നത്. ഇത് 2 എണ്ണം കയറിയാൽ 2 കുട്ടിയാവും. അപ്പോൾ അത് കയറാൻ സമ്മതിക്കാതെ, നോർമലി കയറാൻ സമ്മതിക്കാതെ അകത്തൊന്ന് കയറിയ ഉടനെ അകത്തൊരു വെള്ളം കവറിങ് പോലെ പൊട്ടി അതങ്ങ് ബ്ലോക്ക് ആക്കും. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2, 4, 6, 8, 16, 18 എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡിവൈഡ് ചെയ്ത് വരും. എന്നിട്ട് അതിൽ ഓരോരോ സാധനങ്ങൾ ഓരോരോ നമ്മൾ ഓർഗനായിട്ടങ്ങ് മാറും. അപ്പോൾ അതിൽ ഓവറിയും വരും. ഓവറി അതിനകത്ത് കണ്ടൻറ്റാണ്. അപ്പം നമുക്ക് എന്നിട്ടിപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ സ്പേം ഇങ്ങനെ വന്നതിന് ശേഷം ഈ ഓവർത്തി തട്ടിയിട്ട് ഇതിനകത്തോട്ട് കയറിയതിന് ശേഷം അതിങ്ങനെ 3, 4, 5, 6 ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് നമ്മുടെ സാൽപിഞ്ചൽ ട്യൂബ് വഴി ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നതിന് ശേഷം ഓവറിയുടെ പുറത്തിങ്ങനെ ഈ യൂട്രസിൻ്റെ അകത്ത ലെയറിൽ ഇത് പോയി ഇങ്ങനെ പിടിച്ച ഉടനെ അതിങ്ങനെ വേരുണ്ടാകും. വേര് പോലെ ഇങ്ങനെ സാധനം ഉണ്ടാകും. അങ്ങനെ അത് ആ വേരിങ്ങനെ അറ്റാച്ച് ചെയ്ത് തുടങ്ങുന്ന ഉടനെയാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാവുള്ളത്. അപ്പോഴത് ഇവിടെ നിന്നിങ്ങനെ നമ്മൾ ഈ സ്പാമും ഓവറും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കയറിയതിന് ശേഷം 4, 5, 6, 7, 8 അങ്ങനെയൊക്കെ ആവും. അതിൽ ഓരോന്നും ഓരോ ഓർഗൻസ് ആയിട്ടങ്ങ് മാറേണ്ടിയില്ല. അതിങ്ങോട്ട് ഉരുണ്ട് വന്ന് യൂട്രസിലിങ്ങനെ പിടിക്കും. യൂട്രസിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ വേര് അതിനകത്തോട്ട് ഇറങ്ങി. നമ്മളൊരു വിത്തെടുത്ത് മണ്ണിലിട്ട ആദ്യം അതിൻ്റെ വേരാണിങ്ങനെ താഴോട്ട് ഇറങ്ങി വരും, റൂട്ടാണ് ഇറങ്ങി. അതേപോലെ ഇതിങ്ങോട്ട് വന്നാൽ ഉടനെ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് റൂട്ട് ഇറക്കി തുടങ്ങും. ആ റൂട്ട് ഇതിലങ്ങ് പിടിക്കും. ഇതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും നമ്മൾ ഈ പറയുന്നില്ല, അതാണ് മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് ആ പിടിക്കുന്ന സാധനത്തിനാണ് നമ്മൾ പ്ലാസൻ്റ എന്ന് പറയുന്നത്, മറുപിള്ള എന്ന്. ലാസ്റ്റ് പ്രസവം കഴിഞ്ഞ് ലാസ്റ്റ് ഇതാണ് ഇളകി പോകുന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരു വേര് പോലെ ഇങ്ങോട്ടാവും. അതിൻ്റെ അറ്റത്താണ് ഈ കുട്ടി പോലെ അങ്ങനെ ആയി വളർന്നു വരുന്നത്. അപ്പോഴാണ് യൂട്രസ് വലുതായി വരും. അപ്പോൾ ഈ വേരിങ്ങനെ പിടിക്കുമ്പം ഇത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ നമ്മുടെ ഫീമെയിൽ ബോഡിയിൽ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ അളവുകൾ കുറയ്ക്കണം. അതിനെ കൺട്രോൾ ചെയ്താൽ ഈ വേറെ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ വേരിനെ റിജക്ട് ചെയ്ത് വെളിയിൽ കളയും. പ്രൊജസ്ട്രോൺ കൂടുന്തോറും അടുത്ത മെൻസസ് ഉണ്ടാക്കാൻ ടെൻഡൻസി ഉണ്ടാവും, ഇത് വെളിയിൽ ചാടിപ്പോവും. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, ഈ വേരുകൾ ഒരു ഹോർമോൺ ഉണ്ടാക്കും. അതാണ് SCG എന്ന് പറയും, ഹ്യൂമൻ കോറിയോണിക് ഗൊണഡോട്രോഫിൻ എന്ന് പറയും. അതായത് കോറിയോൺ എന്നാണ് ഈ വേരിന് നമ്മൾ പറയുന്നത്. ഇത് പിടിക്കുന്ന വേരിന് പറയുന്നത് കോറിയോണാണ്. ആ കോറിയോൺസ് ഒരു ഗൊണഡോട്രോഫിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹോർമോൺ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, അതിങ്ങനെ ഉണ്ടാക്കും. അതിങ്ങനെ ബ്ലഡിൽ അലിക്കും, ബ്ലഡിൽ കയറിപ്പോവും. അപ്പോൾ നമുക്കത് വേണ്ടാത്ത സാധനമാണ്. അപ്പോൾ ഇത് നേരെ ബ്ലഡിൽ കൂടെ സെക്രേറ്റ് ചെയ്തിട്ട് നേരെ യൂറിൻ വഴി പുറത്ത് കളയും. അപ്പോൾ ഇത് ബ്ലഡിൽ കയറുന്നതോറും നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി എന്ന് പറയും. അതാണ് ഈ മോർണിംഗ് സിക്നെസ് എന്ന് പറഞ്ഞ് വരാൻ കാരണം. അപ്പോൾ ഗർഭം ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ വരുന്നതിൻ്റെ കാരണം ഈ വേരിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഈ ഗൊണഡോട്രോഫിൻസ് SCG ബ്ലഡിൽ കയറുന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ തോന്നുന്നു, ഓർക്കാൻ തോന്നുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ വലുതായി വരുമ്പോൾ പിന്നെ അത് അക്ലിമേറ്റൈസ്ഡ് ആകുമ്പോൾ പിന്നെ ശ്രദ്ധിക്കില്ല, പിന്നെ അത് കുറയുകയും ചെയ്യും, അതിൻ്റെ അളവ് കുറയുകയും ചെയ്യും, കാരണം പിടിച്ചു കഴിഞ്ഞല്ലോ വേര്. അപ്പോൾ അത് അങ്ങനെയാണ് നമുക്ക് മോർണിംഗ് സിക്നെസ് അഥവാ ഗർഭകാലത്തെ അതിഛർദ്ദില്ല. നമ്മൾ സിമ്പിൾ തന്നെയാണ്, നമുക്ക് മനസ്സിലാവില്ല പക്ഷേ എങ്ങനെയാണ് ഈ ഛർദ്ദിക്കുന്നതെന്ന്. ചുമ്മാ ഛർദ്ദിക്കുന്നതല്ല, ഈ സാധനത്തെ ഈ വേരിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന SCG ബ്ലഡിൽ കയറുന്നതുകൊണ്ടാണ് എമിറ്റ് ചെയ്യുന്നത്. ഈ SCG ആണ് ബ്ലഡ് യൂറിൻ വഴി പുറത്തു പോകുന്നത്. ഇതാണ് നമ്മൾ ഗർഭിണിയാണോ എന്ന് പരിശോധിക്കുന്ന സാധനം. ഗർഭിണിയാണോ എന്നറിയാം. ഗർഭം ഉണ്ടായാൽ മാത്രമേ, അതായത് ഒരു യൂട്രസിൻ്റെ അകത്ത് പല കാരണം കൊണ്ട് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആവും. പക്ഷേ നോർമലി ഈ യൂട്രസ് ഇങ്ങനെ ഓവറി ഇങ്ങനെ സ്പാം കയറിയ സൈഗോട്ട് ഉണ്ടായി അതിൽ പിടിക്കുമ്പോൾ മാത്രമേ SCG ബ്ലഡിൽ കയറുള്ളൂ. അത് യൂറിൻ വഴി ഫിൽട്ടർ ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ആൻറ്റിബോഡി വെച്ചിട്ട് ആ സ്ട്രിപ്പിട്ട് നോക്കുമ്പോഴാണ് ഗർഭിണിയാണോ എന്നറിയണം. അപ്പോൾ ഗർഭിണിയാവണമെങ്കിൽ ആണെന്ന് ടെസ്റ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ നമുക്ക് SCG ബ്ലഡിൽ വന്നിരിക്കണം. SCG വരുന്നത് ഇങ്ങനെയാണ് നോർമലി വരുന്നത്, അല്ലാതെ വരും. പക്ഷേ നോർമലി വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗർഭം തുടങ്ങുന്ന കാലത്ത് നമുക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പം ഇതുപോലെ സിമ്പിൾ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പലർക്കും അത് അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം നമുക്ക് സെല്ലിലോട്ട് തന്നെ പിന്നെയും പോകാം. അപ്പോൾ ഓരോ സെല്ല്, ഇപ്പോൾ നമ്മൾ യൂട്രസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ സെല്ല് പറഞ്ഞു, തൈറോയിഡിൻ്റെ സെല്ല് തൈറോക്സിൻ ഉണ്ടാക്കാനാണ്
അപ്പോൾ അതിൻ്റെ ഹോർമോൺ തന്നെ കയറ്റും. അപ്പോൾ ഇതുപോലെ ഓവറിക്കകത്തും ഓവറിൽ സെല്ലുകളുണ്ട്. ആ സെല്ലിന് 2 ഫംഗ്ഷനുണ്ട്. ഒന്നെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റസ്ട്രോൺ ഉണ്ടാക്കുക. ടെസ്റ്റസ്ട്രോൺ ഇതിൻ്റെ പുറത്ത് കെട്ടിയിരിക്കുന്ന കൊഴുപ്പിൽ നിന്നും ബ്ലഡിൽ വരുന്ന മറ്റ് സാധനങ്ങളെല്ലാം കൂടെ പ്രോട്ടീൻ എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ സെല്ല് അകത്ത് നിന്ന് ഇതുപോലെ നമ്മളെ പ്രോട്ടീൻ അകത്ത് കയറ്റി ഫാറ്റ് അകത്ത് കയറ്റി അതിനെ കൺവെർട്ട് ചെയ്ത് എന്താക്കി മാറ്റും? ഇസ്ട്രോജനാക്കി മാറ്റും. ഇസ്ട്രോജൻ മാറ്റി അത് വെളിയിൽ തള്ളും. ഈ ഇസ്ട്രോജൻ ദേഹത്തിന് മുഴുവൻ ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തൈറോയിഡിൻ്റെ സെല്ല് അതിനകത്ത് തൈറോക്സിൻ ഉണ്ടാക്കാൻ പറ്റിയ പ്രോട്ടീൻ അകത്തോട്ട് വലിച്ചു കയറ്റിയിട്ട് അത് ചുരുട്ടി റെഡിയാക്കി കറക്റ്റാക്കിയിട്ട് ഒരു തൈറോക്സിൻ മോളിക്കൂളായിട്ട് വേറൊരു ദ്വാരം വഴി ബ്ലഡിലോട്ടൊക്കെ തള്ളും. അത് വേറെ എല്ലാ സെല്ലിലും കൊണ്ടുപോകും. തൈറോക്സിൻ എല്ലാ സെല്ലിനും ആവശ്യമാണ്, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് ഓരോ സെല്ലായിട്ട് പറയാം. അപ്പോൾ അതേപോലെ യൂട്രസിൻ്റെ ഒരു സെല്ലെടുത്ത് കഴിഞ്ഞാൽ അതിന് ഇതുപോലെ 2 ഫംഗ്ഷനാണ്, 2 തരം. അത് 2 സൈഡ് ഏരിയയിൽ ഇരിക്കുന്നതൊക്കെ ഉണ്ട്, എന്നാലും പോട്ടെ. അപ്പോൾ ഒന്നെങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ്ട്രോജൻ ഉണ്ടാക്കുക. അത് ഇതേപോലെ കൊഴുപ്പിൻ്റെ അംശവും മറ്റ് സാധനങ്ങളും എല്ലാം കൂടെ ബ്ലഡിൽ നിന്ന് വലിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് അതിൻ്റെ നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് നമ്മുടെ ഷേപ്പിനുള്ള ഇസ്ട്രോജൻ ഉണ്ടാക്കും. ഇസ്ട്രോജൻ ഉണ്ടാക്കിയിട്ട് പുറത്ത് തള്ളും. ഈ ഇസ്ട്രോജൻ ബ്ലഡിൽ പോകും. ബ്ലഡിൽ പോയിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. ഇസ്ട്രോജൻ എല്ലായിടത്തും ആവശ്യമാണ്, പക്ഷേ മെയിനായിട്ട് ആവശ്യം ഇസ്ട്രോജൻ ഇങ്ങനെ പോകുമ്പോൾ ഈ ഇസ്ട്രോജനാണ് മുടിയുടെ അടിയിൽ ചെന്ന് തട്ടും. പെണ്ണുങ്ങളുടെ മുടിയുടെ അടിയിൽ ചെന്ന് തട്ടുമ്പോൾ അതിന് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ മുടി വളരണമെങ്കിൽ ഈസ്ട്രജൻ കൂടുതൽ ബ്ലഡിൽ വരണം, എന്നാലേ തൊലിയിലോട്ട് വന്ന് ഈ മുടിയുടെ അടിയിൽ അടിഞ്ഞിട്ട് മുടി വളരുള്ളൂ. മനസ്സിലായി? ഈസ്ട്രജൻ കുറവാണെങ്കിൽ മുടി വളരില്ല. അതേ ഈസ്ട്രജൻ തന്നെയാണ് അളവ് കൂട്ടിയിട്ട് നേരെ വന്നിട്ട് ബ്രസ്റ്റ് വലുതാക്കുന്നത്. അപ്പോൾ നമുക്ക് മെൻസസ് ആവാൻ നമുക്ക് പ്രായമാവുന്ന സമയത്ത് ബ്രസ്റ്റ് വലുതാവണമെങ്കിൽ ഈസ്ട്രജൻ ഇതിനകത്ത് നിന്ന് കൂടുതൽ വന്നിരിക്കണം നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ ബ്രസ്റ്റ് വലുതാവില്ല, അല്ലെങ്കിൽ ആണുങ്ങളുടെ പോലെ ഇരിക്കും. അപ്പോൾ ബ്രസ്റ്റ് വലുതാവണമെങ്കിൽ ഈസ്ട്രജൻ ഇങ്ങനെ കയറി കറങ്ങി വേണം. ഇതേ ഈസ്ട്രജനാണ് യൂട്രസിനകത്തോട്ട് പോയിട്ട് യൂട്രസിൻ്റെ അകത്തുള്ള ആ ലെയറിനെയൊക്കെ കട്ടി കൂട്ടിയിട്ട് നമുക്ക് ഗർഭം പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന സാധനം. ഇതേ ഈസ്ട്രജനാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ സൗണ്ടും പെണ്ണുങ്ങളുടെ രീതിയിലുള്ള സൗണ്ട് ആക്കുന്നത്, മസിലെല്ലാം സോഫ്റ്റ് ആക്കുന്നതും എല്ലാം അതാണ്. അതിൽ ഈ മറ്റേ സ്കിന്നിൻ്റെ ടെക്സ്ചർ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്ന എല്ലാം ഇതാണ്. അതുപോലെ ഈവൻ നമ്മുടെ സ്വഭാവം അതിന് ക്ഷമ കൂടുക അല്ലെങ്കിൽ ദേഷ്യം കുറയ്ക്കുക, ഇതെല്ലാം ഈസ്ട്രജൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ ഈസ്ട്രജൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം തലമുടി വളരാൻ വേണം. അതുപോലെ തന്നെ പിന്നെ ഈ നമ്മുടെ വണ്ണം കൺട്രോൾ ചെയ്ത് വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ഈ സാധനമാണ്. അപ്പോൾ ഇതിനകത്തുണ്ടാക്കും. അത് ബോഡിക്ക് അത് ബ്രസ്റ്റ് വലുതാക്കുന്നത്, ബ്രസ്റ്റിൻ്റെ സൈസ് കറക്റ്റ് ആക്കുന്നത്, പീരിയഡ്സ് പിന്നെയും കറക്റ്റ് ആക്കുന്നത്, യൂട്രസിൻ്റെ അകത്ത് ലെയർ കറക്റ്റാക്കി പ്രഗ്നൻ്റ് ആവാൻ സഹായിക്കുന്നത് എല്ലാം ഈ സാധനമാണ്. അപ്പോൾ ഇതേപോലെ പ്രൊജസ്ട്രോൺസും ഉണ്ടാക്കുന്നുണ്ട്. പ്രൊജസ്ട്രോൺസിന് നേരെ വിപരീതമായി, അതായത് അത് ഇതേപോലെ ഇസ്ട്രോജൻ വെച്ച് യൂട്രസൊക്കെ റെഡിയാക്കിയത് തിരിച്ചത് ഇളക്കി കളഞ്ഞ് പിന്നെ അടുത്ത് റെഡിയാക്കുന്നതാണ് അതിൻ്റെ ജോലി. ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓവറിയുടെ സെല്ലുകളുടെ ഫംഗ്ഷൻ അതാണ്. എന്നിട്ട് ഇത് തള്ളുന്നത് ദേഹം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സെല്ലിനെ പറ്റി ഇപ്പോൾ പറഞ്ഞു. തൈറോയിഡിൻ്റെ സെല്ല് നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഓവറിയുടെ സെല്ല് പറഞ്ഞു. അപ്പോൾ ഇനി അതേപോലെ നമുക്ക് ലിവറിൻ്റെ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു ഇത് ലിവറിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാം. നമുക്കിപ്പോഴേ ഇപ്പോൾ ലിവറിൻ്റെ സെല്ല് പറയാം. അപ്പോൾ ലിവർ നമ്മുടെ ഈ സൈഡിലാണ് ഇരിക്കുന്നത്. ലിവറിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ലിവർ നമ്മൾ ആദ്യം പറഞ്ഞത് മറന്നു പോകരുത്. അതായത് നമ്മളൊരു ഓവും സ്പേമും കൂടെ മീറ്റ് ചെയ്ത് 8, 10, 16, 18 ആയി. അപ്പോൾ അത് ഓരോരോ അതിലുണ്ടാകുന്ന ടോട്ടിപ്പൊട്ടൻ്റ് സെല്ലെന്ന് പറയുന്ന ഓരോരോ ഓർഗൻസ് ആവുകയാണ്. അപ്പോൾ തൊലിയാവും, അങ്ങനെ. അപ്പം ലിവർ നമുക്ക് തൊലിയാവുന്നതിലൊന്ന് പറയാം. തൊലിയിലുണ്ടാക്കുന്നതിന് ഇതുപോലുണ്ട്. അത് ലാസ്റ്റിലാണ് ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ തൊലി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ദേഹത്തെ എല്ലാ ഓർഗനും 3 ലെയറാണ്. ആദ്യത്തെ ഏറ്റവും വെളിയിലത്തെ ഒരു ലെയർ, തൊട്ട് താഴത്തെ ഒരു ലെയർ, അതിൻ്റെ അടിയിലുള്ള ലെയർ. അപ്പോൾ തൊലി ആദ്യം ലാസ്റ്റിലാണ് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ തൊലി ഫുൾ ഉണ്ടാക്കും. അപ്പോൾ തൊലി ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ ഇതാണ് തൊലിയുടെ പ്രതലം. ഇപ്പോൾ ഇത് തലയുടെ അവിടെ വരുന്നിടമാണെങ്കിൽ ഇവിടെ കൂടുതൽ ഹെയർ ഫോളിക്കിൾ എന്ന മുടിയുടെ റൂട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് തലമുടി കൂടുതൽ വളരുന്നത്. ഈ റൂട്ട് ഫോളിക്കിൾ എവിടെയെങ്കിലും ഇല്ലേ അവിടെ മുടി വരേയില്ല, ഒരു കാരണവശാലും വരില്ല. അപ്പോൾ ജന്മനാ തന്നെ ഇതിനകത്ത് ഇതിങ്ങനെ പാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുടി എന്തിനാണെന്നറിയാമല്ലോ, പ്രൊട്ടക്റ്റീവായിട്ട് വരാനും സ്കിൻ ചീത്തയായി പോകാതിരിക്കാനും ഭംഗി കൂട്ടാനും എല്ലാം കൂടെയാണ് മുടി. അപ്പോൾ ഇതുപോലെ തലയുടെ മേളിൽ കൂടുതൽ ഏരിയയിൽ മുടി കാണും. പിന്നെ മീശയിൽ കാണും, താടിയിൽ കാണും. പക്ഷേ ഇതെല്ലാം മീശയുടെ താടിയിലൊക്കെ ഇസ്ട്രജൻ കൂടിയ പെണ്ണുങ്ങളുടെ ലെവലിലാണെങ്കിൽ ഇത് കാണുകയില്ല, ഇല്ല റെബിനൻസേ കാണുള്ളൂ മീശയിലും താടിയിലൊക്കെ. ആണുങ്ങൾക്ക് അതിന് വിത്ത് പാകിയിരിക്കും ഇങ്ങനെ നേരത്തെ ജനിക്കുമ്പോഴേ. പിന്നെ കഷത്ത് കാണും, പിന്നെ നമ്മുടെ ജെനിറ്റൽസ് മൂത്രമൊഴിക്കുന്ന ആ ഭാഗത്തെല്ലാം കാണും. പിന്നെ ദേഹത്തെല്ലാം കൊച്ചായിട്ട് ചെറിയ രോഗങ്ങൾ കാണും. അപ്പോൾ ഇത് ആദ്യമേ നമ്മുടെ തൊലിയിലുള്ളതാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് എന്നിട്ട് നമ്മൾ ഈ തലയുടെ ആ ഭാഗത്തുള്ള സെല്ല് കട്ടി കൂടുതലും വലുതുമാണ്.
യൂട്രസിലിരുന്ന് തന്നെ ഇതിങ്ങനെ വലുതാവും. അതാണ് കുട്ടി ജനിക്കുമ്പോഴേ തലയിൽ ഇങ്ങനെ മുടി കാണും. പക്ഷേ ദേഹത്തെ മുടിയും ചെറുതായിട്ട് കാണുമെങ്കിൽ നല്ലപോലെ വിസിബിൾ ആവില്ല, ബാക്കി ഒരിടത്തെയും മുടി കാണില്ല. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്താണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ ഒരു 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആണുങ്ങളുടെ ഹോർമോണാണ് കൂടുതൽ വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ മീശയുടെയും താടിയുടെയും എല്ലാം ഉള്ള പാകിയിരിക്കുന്ന പുറത്ത് വരാത്ത ഹോർമോണിൽ അല്ല മുടിയിൽ തട്ടുമ്പോൾ അത് വളർന്നു തുടങ്ങും അവിടെ. അങ്ങനെയാണ് താടി മീശയൊക്കെ വരുന്നത്. അതേപോലെ നമ്മുടെ ലിംഗത്തിൻ്റെ ചുറ്റുമുള്ള മുടിയെല്ലാം ഇതേപോലെ ആ പ്രായമായി കഴിയുമ്പോൾ ഇത് വന്ന് തട്ടുമ്പോഴാണ് പാടുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ ഫോളിക്കിൾ വേണം. എന്തെങ്കിലും കാരണം വെച്ചാൽ പാരമ്പര്യം എന്തെങ്കിലും കൊണ്ടുവന്ന് എയർ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ വെളിയിൽ വരുമ്പോൾ എന്ത് ചെയ്താലും ഇത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജനിക്കുമ്പോൾ ഒരു 20 ലക്ഷം മുടി ഉണ്ടെങ്കിൽ അത്ര തന്നെയാണ് മരിക്കുമ്പോഴും കാണുക. പുതുതായിട്ട് വരില്ല. പുതുതായിട്ട് വന്നാൽ നമ്മൾ കരടിയെ പോലെ ആയി പോകും. അപ്പോൾ പിന്നെ സ്കിന്നിൻ്റെ കുറേ ക്വാളിറ്റികൾ നമുക്കത് പറയാം. അപ്പോൾ നമുക്ക് ലിവറിലോട്ട് തന്നെ പോകാം. ലിവറിൻ്റെ ഇത് വന്നിട്ട് ലിവർ സെല്ല് എടുക്കുമ്പോൾ ലിവറിന് ഇതുപോലെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അത് ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കഴിക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ ഗ്ലൂക്കോസ് കഴിക്കുന്ന എല്ലാം പറയും എല്ലാം നേരെ ആദ്യം കൊണ്ടുപോകുന്ന ലിവറിലാണ്. ലിക്കറാണെങ്കിൽ എല്ലാം നേരെ ലിവറിലാണ് കൊണ്ടുപോകുന്നത്. ഷുഗറൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഷുഗർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസുലിൻ ഉണ്ടാക്കാനായിട്ട് വേറെ ഗ്ലാൻഡുകൾ ഇരിപ്പുണ്ട്. അത് പാങ്ക്രിയാസിൽ വയറിലൂടെ പാങ്ക്രിയാസിലാണ് ഇതേപോലെ ഇൻസുലിൻ ഉണ്ടാക്കി വെളിയിൽ തള്ളാനായിട്ടുള്ള ഹോർമോൺ ഇരിക്കുന്നത്. അതിങ്ങനെ ബ്ലഡിൽ കറങ്ങി വരുമ്പോൾ അത് ലിവറിൻ്റെ സെല്ലുകൾ വലിച്ചെടുത്തിട്ട് ഈ ഗ്ലൂക്കോസിനെ അതിനെ മടക്കും, കംപ്രസ് ചെയ്തിട്ട് ഗ്ലൈക്കോജനാക്കി മാറ്റി ലിവറിൻ്റെ മേളിൽ ഇങ്ങനെ സൂക്ഷിക്കും. അതെന്തിനെന്ന് പറഞ്ഞാൽ റിസർവ് പോലെയാണ്. അതായത് നമുക്ക് എനർജി നിന്ന് പോകരുത്. നമ്മൾ ആഹാര സാധനം കഴിക്കുമ്പോൾ കഴിക്കുന്നത്ര ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജനാക്കി മാറ്റി കംപ്രസ് ചെയ്ത് ലിവറിനകത്ത് സൂക്ഷിക്കും. ഒരു ഏരിയ മുഴുവനും അങ്ങനെയാണ് ലിവറിൻ്റെ പണി. അതാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഹീമോഗ്ലോബിൻ പൊട്ടിച്ചിട്ട് ഇരുമ്പ് വരുന്നതിൻ്റെ അംശവും ഇതിനകത്ത് സൂക്ഷിക്കും. അതും ഇതിൻ്റെ ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഇതൊക്കെ അതാണ് ലിവറിൻ്റെ സെല്ല് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റാർ പോലെ ഇരിക്കും. കാരണം നമ്മൾ കോഴിയുടെ ലിവർ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിലിങ്ങനെ ഹാർട്ടിൻ്റെയൊക്കെ വരുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതേപോലെ അതിനകത്തെല്ലാം ഇതിങ്ങനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഗ്ലൈക്കോജൻ റിലീസ് ചെയ്തു. ഇതിന് ഇൻസുലിൻ വേണം. ഇൻസുലിൻ ഉണ്ടാക്കണമെങ്കിൽ വേറൊരു ഗ്ലാൻഡ് ഉണ്ട്, പാങ്ക്രിയാസിൻ്റെ ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് ഉണ്ടാക്കി ഇതുപോലെ ബ്ലഡിൽ തള്ളണം. ഇപ്പം നമ്മളിങ്ങനെ ഒരു സർക്കുലേഷൻ പോലെ ഇങ്ങനെ ബ്ലഡ് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു തൈറോയ്ഡ് ഗ്രന്ഥി ഇവിടെ ഇരിപ്പുണ്ട്. അതിലോട്ട് പോകുന്ന തൈറോക്സിൻ വന്ന് ആഹാര സാധനങ്ങൾ കറക്കി തൈറോക്സിനായിട്ട് ഉണ്ടാക്കി തിരിച്ചത് ബ്ലഡിൽ തള്ളും. ഇതേപോലെ നമ്മൾ അടുത്ത് ഓവറി പറഞ്ഞു. ഓവറി ഇവിടെ ഇരിപ്പുണ്ട്. ഓവറിയിൽ ഇപ്പോൾ ഒരു സർക്കിൾ പോലെ നമുക്കിതിനെ കാണാം. ഓവറി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓവറിയിൽ നമ്മളിതുപോലെ വെളിയിൽ ബ്ലഡിൽ കൂടെ പോകുന്ന പ്രോട്ടീൻ അത് വലിച്ചെടുത്ത് അത് ഇതേപോലെ ഇസ്ട്രോജൻ ആക്കിയിട്ട് കറക്കി ബ്ലഡിൽ തന്നെ കൊണ്ടുതരും. അതിങ്ങനെ അതേപോലെ കറങ്ങി നടന്ന് ബ്രസ്റ്റ് വലുതാക്കാനും മുടി വലുതാക്കാനും സൗണ്ടിൻ്റെ റെഡിയാക്കാനും മസിൽസിൻ്റെ എല്ലാത്തിനും അത് പോകും. അപ്പോൾ അതേപോലെ തൈറോക്സിൻ്റെ ഇതുപോലെ എല്ലാത്തിനും വേണം. ഇതും ഇതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ എല്ലാ സെല്ലിലും കത്തിക്കാൻ ഉപയോഗിക്കുന്നത് തൈറോക്സിനാണ്. തൈറോയിഡിൻ്റെ ഗ്രന്ഥി ഉണ്ടാക്കി തള്ളുന്ന തൈറോക്സിൻ എടുത്തിട്ടാണ് ഇതും ഈ ഓവറി അടക്കം എല്ലാ സാധനത്തിനും കത്തിക്കണമെങ്കിൽ ഈ സാധനം അവിടെ ചെല്ലാം. അതിൻ്റെ മൈറ്റോകോൺട്രിയയിൽ ചെന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ഓർഗനാണ് നമ്മൾ പറയുന്നത് ലിവർ ഇവിടെ ഇരിക്കുന്നു വിചാരിക്കാം. അപ്പോൾ ലിവറിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുന്ന ബ്ലഡിൽ നിന്ന് അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് വലിച്ചെടുത്ത് ഇതിനകത്ത് നമുക്ക് എപ്പോഴും ആവശ്യത്തിന് ഗ്ലൂക്കോസ് വേണ്ടി വരാൻ വേണ്ടി മടക്കി ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. ഈ മടക്കി സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ താഴെ വേറൊരു ഗ്രന്ഥിയുണ്ട്, പാങ്ക്രിയാസ് ഇവിടെ നമുക്ക് കൂട്ടാം. അതിൽ നിന്ന് വരുന്നൊരു ഇൻസുലിൻ്റെ സാധനം കൂടെ വേണം. എന്നിട്ട് മടക്കി ഇവിടെ സൂക്ഷിച്ചിരിക്കും. ഇതിന് പുറമെ ഇത് ഇരുമ്പിൻ്റെ അംശം നമ്മൾ ഇരുമ്പ് വെളിയിൽ കളയില്ല. അപ്പോൾ അതിൻ്റെ അംശം ഇതിനകത്ത് മടക്കി വെച്ചേക്കും. ഇരുമ്പിൻ്റെ അംശം ഇതിനകത്ത് ചേർത്ത് വെച്ചേക്കും. അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ഫംഗ്ഷൻ ഇതിന് ബൈലുണ്ടാക്കണം. നമ്മുടെ പുളിച്ച് തട്ടുന്ന ബൈൽ അത് ഫാറ്റ് ദഹിപ്പിക്കാൻ വേണ്ടി അതുണ്ടാക്കിയിട്ട് ഒരു ട്യൂബ് വഴി ഇങ്ങോട്ട് തള്ളും. അത് പക്ഷേ ബ്ലഡിലല്ല പോകുന്നത്, വയറിനകത്ത് പോയി ദഹിപ്പിക്കാനാണ് പോകുന്നത്. അങ്ങനെ പിന്നെ അതിനകത്ത് കുറച്ച് വേറെ കുറച്ച് ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാന ജോലി ഇതാണ്. ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുക, അയൺ സ്റ്റോർ ചെയ്യുക, ബൈലുണ്ടാക്കുക. ഇതാണ് ലിവറിന്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പും അതുകൊണ്ടാണ്, അതിൻ്റെ കളറും അതുകൊണ്ടാണ്, ഇരുമ്പ് നിൽക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ കളർ വരുന്നത്. ഇത് ഇന്ന് ബൈലുണ്ടാക്കിപ്പോഴും ഇങ്ങനെയാണ് അത് ആ ഓർഗൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ പ്രിലിമിനറി കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ബാക്കി പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ ഓവറിയിൽ നമുക്ക് പിന്നെയും പെണ്ണുങ്ങളുടെ ഓവറിയിലോട്ട് പോകാം. ഓവറിയിൽ ഇങ്ങനെ നമ്മൾ കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു എന്ന് വിചാരിക്കുക. കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു തുടങ്ങുന്നതോറും അതിനകത്തോട്ടുള്ള സർക്കുലേഷനും ബാക്കി കാര്യങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങും. അതായത് വയറ് വീങ്ങുന്നതോറും അതിൻ്റെ പുറത്ത് കൊഴുപ്പടിയും തോറും അതിനകത്ത് ഇനി ഫോളിക്കിൾ ഇത് നമ്മുടെ ഓവ ഇങ്ങനെ മുളച്ചാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ബ്ലബ് പോലെ അത് ചെറിയൊരു ഉണ്ട പോലെ ഇങ്ങനെ പൊങ്ങിയാണ് വരുന്നത്. ആ പൊങ്ങി വരുന്നത് അമർന്നങ്ങ് അതിനകത്തിരിക്കും.
അത് പൊട്ടൂല. അപ്പോൾ അതിനെയാണ് നമ്മൾ PCOD എന്ന് പറയുന്നത്, പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന അതിനെയാണ്. അപ്പോൾ അതൊരു പ്രശ്നം. അപ്പോൾ തടി കൂടുന്തോറും ഇത് കൂടുന്നതിൻ്റെ കാര്യം അതാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഒരു നോർമൽ കൊഴുപ്പിൻ്റെ പുറത്ത് വേണമെന്ന് തന്നെ, അല്ലെങ്കിൽ അത് വലിച്ചെടുത്ത് ഇസ്ട്രോജൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇസ്ട്രോജൻ ഉണ്ടാക്കുന്നതിന് കൊഴുപ്പ് ആവശ്യമായ ഘടകമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പാക്കിങ്ങിനെന്നൊക്കെ പറഞ്ഞ പോലെ ആവശ്യമുണ്ട്. അതുപോലെ ഞരമ്പിൻ്റെ പുറത്തൂടെ കറണ്ട് ലീക്ക് ചെയ്ത് ഞരമ്പ് പോകുമ്പോൾ അതെല്ലാം നമുക്ക് ഓരോന്ന് വരാം. കറണ്ട് ലീക്ക് ചെയ്യാതിരിക്കാനും അതിൻ്റെ പുറത്തൊരു ഫാറ്റിൻ്റെ കോട്ട് വേണം. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ അപ്പോൾ ഇതിനകത്ത് വൈറസ് കയറുമ്പോഴുള്ള കാര്യങ്ങൾ പറയാം. ഓരോ സെല്ലിനകത്ത് വലിഞ്ഞു കയറി നമ്മുടെ mRNA അത് പൊട്ടിച്ച് കുളമാക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു? തൈറോയിഡിൻ്റെ പറഞ്ഞു, തൈറോയിഡ് ഗ്രന്ഥിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു, തൈറോയിഡ് എന്താണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യകതയും പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഓവറിയുടെ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞാൽ ലിവറിൻ്റെ പറഞ്ഞു. അപ്പോൾ ഇത് മൂന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് രസകരമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതി. അപ്പോൾ ഓരോ ഡിസീസുകളെ പറ്റി പറയാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞത് ഈ ഒരു ഹൈലൈറ്റ് പോയിന്റ് ആണ്, എന്തുകൊണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ ഛർദ്ദിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പം പറഞ്ഞൊരു പോയിന്റ്. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി അടുത്തതുപോലെ അടുത്തൊരു രസകരമായ പോയിന്റുമായിട്ട് അടുത്ത് വരാം.